അങ്ങനെ എന്നും രാവിലെ പതിവ് പോലെ തന്നെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. 5 മണിക്ക് എഴുന്നേറ്റ പാടെ ഞാൻ അടുക്കളയിലെ ജാലകട തുറന്നു. 5 മണിക്ക് എഴുന്നേറ്റാൽ ഒരു 5:15 സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഒന്ന് റിലാക്സേഷൻ, എണീച്ചപാട് കിടക്കയിലിരിക്കും, ഒന്ന് റിലാക്സ് ആവും. അതിനുശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി വരിക. അപ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നവരെ എൻ്റെ കൂടെ കാണും മീനൂട്ടിക്ക് എൻ്റെ വാല് പോലെ നടക്കല പണി. ഞാൻ ഒറ്റക്കാണെന്നുള്ള, പകലൊന്നും ഞാൻ ഒറ്റക്കാണെന്നുള്ളൊരു ഇതേ ഉണ്ടാവില്ല. വയ്യാലെ നടക്കും, എവിടെയും പോകത്തില്ല. മുറ്റത്തുനിന്ന് കളിക്കും, അവിടെ അങ്ങനെ ചുറ്റിക്കളിയാന്നല്ലാണ്ട് പുറത്ത് ഏടി പോകാറില്ല. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ രാവിലത്തെ പണിയിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മക്കൾക്ക് നെയ്ച്ചോറും ചിക്കനും വെക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഉള്ളിയൊക്കെ വാട്ടിയിട്ടുണ്ട്. അതിലേക്ക് മസാലകളെല്ലാം ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ടാട്ടെ, പിന്നെ ചിക്കനും കൂടി ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയിട്ട് അതൊരു 2 വിസിൽ വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 വിസിൽ വരുത്തിച്ച് അതിന് തണിയാറട മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചപ്പാത്തി ഒരു സ്പെഷ്യലായിട്ടാണ് ഞാൻ ആക്കിയത്. അതിൻ്റെ ഷേപ്പിൽ മാത്രമല്ല, അതിലെ കൂട്ടിലും ഞാനൊരു സ്പെഷ്യലാക്കിയിട്ടുണ്ട്. അതിൽ മുട്ട അടിച്ചിട്ടാണ്, വെള്ളം ചേർത്തിട്ടില്ല. മുട്ടയും പഴയ ചോറും കൂടി മിക്സിയിലടിച്ചിട്ട് അതിനകത്താണ് ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാനത് പരീക്ഷിച്ച് നോക്കിയത്. ചപ്പാത്തിയിൽ ഒരു വ്യത്യാസം, ചെറിയൊരു ഫ്ലേവറിൽ വ്യത്യാസമുണ്ട്, അത്ര മാത്രം. അപ്പോൾ സുമേശേട്ടൻ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പാറുക്കുട്ടീൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ആൾ റെഡി ആയിട്ടുണ്ട്. ആൾക്ക് ഒറ്റക്ക് മാറ്റാനാണ് ഇഷ്ടം. ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും സ്വന്തമായിട്ട് മുടിയൊക്കെ ചെയ്താണ്, പറ്റിച്ചട വെച്ചേക്കും മുടിയൊക്കെ. പിന്നെ ചൊട്ടയൊക്കെ അവൾ തന്നെ തൊടും. അപ്പോൾ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്തെല്ലോ ആക്ഷൻ കളിക്കുന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ നോക്കിയത്. അപ്പോൾ അവളുടെ രാവിലെ തന്നെ ഒരു സോങ് കേട്ടാലോ നമുക്ക്? പാറുവിൻ്റെ ഒരു പാട്ട് പാടിത്തരും നമുക്ക്. ABC പാടിയട്ടെ. ഈ പാട്ട് അംഗൻവാടിയിൽ നിന്നേ പഠിക്കുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം സ്കൂളിൽ എത്തിയപ്പോഴും ടീച്ചർ ഈ ഒരു പാട്ട് പഠിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊന്ന് വെറുതെ ചൊല്ലിച്ച് നോക്കിയതാണ്. പിന്നെ മാറ്റിക്കഴിഞ്ഞപ്പോൾ പോകുന്നവരെയുള്ള അവളുടെ ഹാപ്പി മൂഡായിരുന്നു. പിന്നെ മോനും പോയി, ഞങ്ങളും പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.